Hi all, welcome to CC Bank Exams. ഞാൻ വിഷ്ണു പുഷ്പരാജ്. ഇപ്പോൾ JCയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയതും വളരെ ചെറുതുമായ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് കേട്ടോ. മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആണ്. പ്രൊവിൻഷ്യൽ ആക്ട് ആണ്. പണ്ട് പ്രവിശ്യൽ ആയിരുന്നല്ലേ. 1925 ബോംബെയിൽ വരുന്നു, പിന്നെ 1932 മദ്രാസിൽ വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് കാര്യം നോക്കാം. നോക്കിയേ, ദി മദ്രാസ് പ്രൊവിൻസ് ഇൻ 1932 പാസ്ഡ് ദ മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വിച്ച് വാസ് പ്രിവലന്റ് ഇൻ മലബാർ റീജിയൻ ഓഫ് കേരള. കേരളത്തിലെ മലബാർ റീജിയനിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരുന്നു? അന്ന് മദ്രാസ് പ്രൊവിൻസ് ആക്ട് ആണ് കേട്ടോ. മദ്രാസ് പ്രൊവിൻസ് ആക്ട് ആയിരുന്നു. 1932 മദ്രാസ് പ്രൊവിൻസ് ആക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1919 മുതലാണ് സഹകരണത്തെ ഒരു സ്റ്റേറ്റ് സബ്ജക്ട് അഥവാ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് ആണ് കണക്കാക്കുന്നത്. 1919 മുതലാണ് സഹകരണത്തെ ഒരു സ്റ്റേറ്റ് സബ്ജക്ട് അല്ലെങ്കിൽ എന്താ പ്രൊവിൻഷ്യൽ സബ്ജക്ട് എന്നും പറയും. പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് ആണ് കണക്കാക്കുന്നത്. അത് മൊണ്ടേഗു ചെംസ്ഫോർഡിന്റെ റിപ്പോർട്ട് പ്രകാരമാണ്. ആരുടെയാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡിന്റെ റിപ്പോർട്ട് പ്രകാരമാണെന്ന് ഓർത്തുക. മൊണ്ടേഗു ചെംസ്ഫോർഡിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് 1919 അല്ലെ അദ്ദേഹം റെക്കമെൻഡ് ചെയ്തു സഹകരണം ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിരിക്കും. അങ്ങനെ 1925 ബോംബെ പ്രൊവിൻസ് പാസ്സാക്കുന്നു. പിന്നെ 1932 മദ്രാസ് പ്രൊവിൻസ് അല്ലെ പ്രൊവിൻസ് അവരവർ തന്നെ അവരുടെ പ്രൊവിൻസ് പാസ്സാക്കുന്ന ആക്ടാണ്. പിന്നെ പ്രത്യേകത മദ്രാസ് പ്രൊവിൻസ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ മലബാർ റീജിയനിൽ നമ്മുടെ മലബാറിൽ എന്തായിരുന്നു ഈ ആക്ട് ആയിരുന്നു പ്രചാരത്തിലുണ്ടെന്ന് ഓർത്തു. പിന്നെ പറയുന്നത് ദിസ് ആക്ട് കണ്ടിന്യൂഡ് ഇൻ മലബാർ ഏരിയ ടിൽ ദ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 15/5/1969. അപ്പോൾ നമ്മുടെ ഇപ്പം നിലവിലെ കേസീസ് ആക്ട് അല്ലെ കേസീസ് ആക്ട് 1969 കേസീസ് ആക്ട് വരുന്നത് വരെ മലബാർ റീജിയനിൽ പ്രചാരത്തിലുണ്ടായിരുന്ന മദ്രാസ് പ്രൊവിൻസ് ആക്ട് ആയിരുന്നു എന്ന് ഓർത്തു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ദ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദ മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ മലബാർ റീജിയൻ. മലബാർ റീജിയനിൽ ആദ്യമായിട്ട് ഈ ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത സംഘത്തിന്റെ പേരാണ് കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഓക്കെ, ഇതാണ് കൊടുവായൂർ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് മലബാർ റീജിയനിൽ നിന്ന് ഈ ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സൊസൈറ്റി എന്ന് ഓർത്ത് നോക്കുക. പിന്നെ ദ പ്രസന്റ് നെയിം ഓഫ് ദ സൊസൈറ്റി ഈസ് എന്താണ്? കൊടുവായൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്. നിലവിൽ അതിന്റെ പേരെന്താണ്? കൊടുവായൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആണെന്ന് ഓർത്തു. ഓക്കെ, ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പറയുന്നത് ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ ഏതാണ്? ദ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് of 1904 and the Cooperative Societies Act 1912 were also existed in the Malabar region till the passing of the Madras Cooperative Societies Act 1932. 1932 മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നത് വരെ എന്തായിരുന്നു? 1904 ആക്ടും പിന്നെ അത് കഴിഞ്ഞ് 1912 ആക്ടും ആയിരുന്നു അവിടെ പ്രചാരത്തിലുണ്ടായിരുന്നത്. ഇവിടെ മലബാർ റീജിയനിൽ പ്രചാരത്തിലുള്ള ആക്ട്. അതിനുശേഷമാണ് മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 വരുന്നു. ഓക്കെ, പിന്നീട് എന്താണ് 1916 നമ്മുടെ നിലവിലെ കേസീസ് ആക്ടും വരുന്നു. അങ്ങനെയാണ് ഇപ്പം നിലവിൽ കേസീസ് ആക്ടാണ് എല്ലായിടത്തും ഓർത്തു. അറിയാമല്ലോ അല്ലേ? ഇത്തരം കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിച്ചാൽ മതി കേട്ടോ. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളവിടെ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ വരും ക്ലാസ്സുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചില അഡ്വാൻസ്ഡ് കാര്യങ്ങളുടെ വരും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സ്ഥിരം എന്താണ് സെപ്റ്റംബർ 5-ാം തീയതിയാണ് നമ്മുടെ എക്സാം ഡേറ്റ്. സഹകരണ മേഖലയിലെ പരീക്ഷയിലെ സഹകരണ മേഖലയിൽ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആകേണ്ട എല്ലാവർക്കും ആകണം. അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ കോഴ്സ് എന്താണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താണ് നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത? സിലബസ് എല്ലാം നമ്മുടെ പ്രോപ്പർ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ, റീ ഹാൻഡ്ലിങ്, വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ, പിന്നെ ഇൻ്റർവ്യൂ ഗ്രൂംസിംഗ്, ഓക്കെ, ലൈവ് സെഷൻ ഫോർ ഓൾ സബ്ജക്റ്റ്, സ്പെഷ്യൽ മെൻറ്റർഷിപ്പ്, സ്റ്റഡി മെറ്റീരിയൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും കോഴ്സ് ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, എല്ലാവരും വിജയിക്കുക. ഒരുപാട് ഇൻസ്പെക്ടേഴ്സ് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് രൂപീകരിക്കട്ടെ. ഓക്കെ, താങ്ക് യു.